ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഗിവ് എവേയുടെ റിസൾട്ട് ഇന്നാണ് ജനുവരി 1-ാം തീയതി ഞങ്ങൾ അനൗൺസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടി കുറേ കുഞ്ഞു കുരുന്നുകൾ കുട്ടികളൊക്കെ നല്ല നല്ല ചിത്രങ്ങൾ അയച്ചു തന്നായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ അതൊരു ടഫായിട്ട് തോന്നി. ഇത്രയും നല്ല നല്ല ചിത്രങ്ങൾ ഞങ്ങൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എല്ലാവരും നന്നായിട്ട് പടമൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ പിള്ളേരും അതുപോലെ നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ വിജയം ആരാന്ന് നമുക്ക് പങ്കുവയ്ക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു അനൗൺസ് ചെയ്തതിൻ്റെ അന്ന് തന്നെ ഒരു ഫോട്ടോ ഡ്രോയിൻ ചെയ്തിട്ട് അയച്ചു തന്നായിരുന്നു. ആൽഫിയ ആലപ്പുഴയിൽ നിന്നിട്ടാണ്. ആൽഫിയയുടെ ചിത്രമാണിത്. അപ്പം ഇതിനകത്ത് ഡോക്ടർ ശുശ്രൂഷിക്കുന്ന അനിമൽസ് അപ്പം ബാൻഡേജ് ചെയ്യുന്നു. അതിന് എലിസബത്ത് കോളർ എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ കഴിഞ്ഞിട്ടൊക്കെ ഇടുന്നത്, വൂണ്ടൊക്കെ ലിക്കായിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇടുന്ന ഒരു ഇത്. അപ്പം ആ കുട്ടി അത്രയും മാത്രം അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ആൽഫിയയുടെ ചിത്രം വളരെ ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് ആദ്യത്തെ ഒരു ചിത്രം. അപ്പം രണ്ടാമത്തെ ഡ്രോയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർണവ് വിമൽ 8-ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പം ഇത് കളർ ഡ്രോയിങ് അല്ല, പെൻസിൽ ഡ്രോയിങ്ങാണ്. അപ്പം നമ്മളെ ക്രൈറ്റീരിയയിൽ പറഞ്ഞേക്കുന്ന കളർ ഡ്രോയിങ് ആയിരുന്നു. കളറിങ് ചെയ്തില്ല, എന്തോന്നറിയാം, ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. എന്തായാലും നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിങ് ലിറ്റിൽ ഹ്യൂമൻസ് ടു ബിക്കം ബെറ്റർ ഹ്യൂമൻസ് എന്നിട്ടുള്ളൊരു വാചകം മേളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ റോൾ മോഡലായിട്ട് ഇപ്പം DVM പേറ്റ് റെസ്ക്യൂ എന്നൊക്കെ പറഞ്ഞ് ടീഷർട്ടിനകത്ത് എഴുതിയിട്ടുണ്ട്. തൊട്ടടുത്ത് നിൽക്കുന്ന എനിക്ക് ആർണവാൻ തോന്നുന്നു. അങ്ങനെ ചായക്കടയിൽ ചായ അടിക്കുന്ന ആളും പിന്നെ ചായ കുടിക്കുന്ന ആളും ഒക്കെ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്ന ചായക്കടയിലൊക്കെ വന്നിരിക്കുന്ന ഡോഗ്സുകളൊക്കെ പരിചരിക്കുന്നതൊക്കെ പുള്ളിക്കാരൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം ആ കുട്ടി നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട് അത്. അപ്പം അത് ഇഷ്ടപ്പെട്ടു. ആ ഒരു തലയിൽ എടുത്തേക്കുന്ന വിഷൻ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ആർണവ്. ആർണവിന് നമ്മളെ ഒത്തിരി ഇഷ്ടമാണെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ കൈയൊക്കെ പിടിച്ചടുത്തിരിക്കുന്ന അങ്ങനത്തെ ഒരു ഫീൽ ഈ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നി. അപ്പം ഒത്തിരി നന്നായിട്ടത് എന്തുവാ, ഈ ട്രെയിനിങ് ലിറ്റിൽ ഹ്യൂമൻ ടു ബിക്കം ബെറ്റർ ഹ്യൂമൻ എന്നൊക്കെ പറയുന്ന കണക്ക്. അപ്പം നമ്മൾ നല്ലൊരു മെസ്സേജ് ചെറിയ കുട്ടികൾക്ക് പാസ് ചെയ്തത് അവരുടെ മനസ്സിലേക്ക് അത് എടുക്കുന്ന ഒരു ഫീല് നമുക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നുന്നുണ്ട്. ഇങ്ങനെ ഇമേജ് ആയിട്ടൊക്കെ കാണുമ്പോൾ അവരെ നമ്മളൊരു റോൾ മോഡലായിട്ടൊക്കെ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ ഈ ഇമേജിലൂടെയൊക്കെ ഈ ആർണവ് നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പം നല്ല ഒരു ബെറ്റർ ആയിട്ട് നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിട്ട് വളർന്നു വരട്ടെ. കാശിനാഥ് AS ശിവഗംഗ പള്ളിമൺ. ഇത് നമ്മുടെ കൊല്ലം പള്ളിമണ്ണുള്ള. അപ്പം ഇതിനകത്ത് കുട്ടി വരച്ചിരിക്കുന്നത് റെസ്ക്യൂ ചെയ്യുന്ന, ഒരു വലയിട്ട് ക്യാച്ച് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അതാണ്ട് പെമ്പട്ടി അമ്മ ഭക്ഷണം കൊടുക്കുന്നു. അതിന് ചുറ്റും വന്ന് നിൽക്കുന്ന സ്ട്രേ അനിമൽസ്, ഡോഗ്സ് കിടക്കുന്നു. ഒരാൾ ഭക്ഷണത്തിൻ്റെ അടുത്ത് ഇരിക്കുന്നു. ഇതൊക്കെ ഒരു ഒബ്സർവേഷൻ ആണ്. പിന്നെ ദാണ്ട് ഇത് ഒരു പെമ്പട്ടിയാ, അയാൾക്ക് നിപ്പിൾസ് ഒക്കെ വരച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം വീട്. അപ്പം നമ്മുടെ കാശിനാഥിന്റെ അമ്മ എനിക്ക് സ്ട്രേ ഡോഗ്സിനൊക്കെ ഫീഡ് ചെയ്യുന്ന അമ്മയാണ്. അപ്പം പുള്ളിക്കാരൻ അത് എപ്പോഴും കണ്ട് പുള്ളിക്ക് ആ ഒരു ഇമേജ് ബൈ ഹാർട്ട് ആയിട്ടുണ്ട്. അപ്പം അത് നല്ലൊരു ഒബ്സർവേഷൻ ആയിരുന്നു, ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ അമ്മ ചെയ്യുന്ന പ്രവർത്തികൾ കുഞ്ഞ് കണ്ട് പഠിക്കുന്നു. അപ്പം അത് ഡ്രോയിങ് ആയിട്ട് നന്നായിട്ട് തന്നെ പുള്ളി വരച്ചിട്ടുണ്ട്. അപ്പം അടുത്തായിട്ടുള്ള പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈബ സുധീർ കളമശ്ശേരി. നല്ലൊരു പടം വരച്ചേക്കുന്ന. ഇതിൻ്റെ എടുത്തു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രീറ്റിൽ ഒരു കുഞ്ഞ്, പൂച്ചയാണോ പട്ടിയാണോ എന്ന് വലിയ പിടുത്തമില്ല, ഭക്ഷണം വെച്ച് കൊടുത്തിട്ട് മഴ നനയാതിരിക്കാൻ വേണ്ടി കുട പിടിച്ചൊക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു വാചകമൊക്കെ ഉണ്ട്, ബി ദ വോയിസ് ഫോർ ദി വോയിസ്ലെസ്. വാചകമൊക്കെ ചെയ്തിട്ട് നല്ലൊരു പടമാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നന്നായിട്ടൊരു
കളർ ഷെയ്ഡിങ് ഒക്കെ കൊടുത്ത് ഒരു കൃത്യമായിട്ട് സെൻട്രലിൽ 2 ഇമേജ് കൊടുത്തേക്കുന്ന ഒരു കറക്റ്റ് ഒരു നമ്മളൊരു ഫ്രെയിം ചെയ്ത ഒരു ഫോട്ടോ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ ഉണ്ട് പടത്തിന്. പിന്നെ അടുത്തത് അപ്പം അടുത്ത പടം അവർ എനിക്കൊന്ന് സിസ്റ്റർ തന്നെ ആയിരിക്കാം, മിൻഹ സെയിൻ സുധീർ കളമശ്ശേരി. അപ്പം ഇതാണ് ആ പിക്ചർ. മോള് വരച്ചേക്കുന്നത് സ്ട്രീറ്റിലൂടെ നടത്തിക്കൊണ്ടുവരുന്ന ബ്രീഡ് ഡോഗ, ഒരു മനുഷ്യൻ നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പം അതേ നോക്കി നിൽക്കുന്ന അമ്മ പട്ടിയും മക്കളും ഒക്കെയാണ്. അപ്പൊ ഇവിടെയൊക്കെ എന്താ വേസ്റ്റ് ഒക്കെയാണ് ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. അതിനകത്ത് വാചകമുണ്ട്, എ അഡോപ്ഷൻ ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ, എവരി ലൈഫ് മാറ്റേഴ്സ്. അപ്പം അങ്ങനെ ഒരു വാചകം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല നല്ല ചിന്താഗതിയോട് തന്നെ ആൾക്കാർ അത് ഈ ഒരു മത്സരം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് അത് വായിക്കുമ്പോഴും ഈ പിക്ചർ കാണുമ്പോഴൊക്കെ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ അടിപൊളിയൊരു പിക്ചർ വരച്ചിട്ടുണ്ട്, അടിപൊളി പിക്ചർ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് വ്യതിചലിച്ചു പോയ ഒരു ടോപ്പിക്കായിട്ട് കാണാം. ഇതിനെ ഒരു പശുവിനെ കറക്കുന്ന അമ്മ, പിന്നെ അനിയത്തിയോ ചേച്ചിയോ പാല് എടുക്കാനുള്ള പാത്രം, ആ കറന്ന പാല് കുടിക്കുന്ന കുട്ടി. പക്ഷെ നന്നായിട്ട് ഡ്രോയിങ് ഉണ്ട്. പക്ഷെ നമ്മുടെ ടോപ്പിക്ക് അതല്ല, നമ്മൾ സ്ട്രേ അനിമല് റെസ്ക്യൂ അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത അനിമലിനെ അവരെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പം ഇത് വരച്ച ആള് ശ്രദ്ധ ശ്രീധർ കണ്ണൂരിൽ നിന്ന് വരച്ച കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മളെ സബ്ജക്റ്റ് മാറിപ്പോയി. നമ്മള് അവരിൽ നിന്ന് നമ്മൾ അവരിലുള്ള ഭക്ഷണം നമ്മൾ കഴിക്കും, അവരുടെ പാല് നമ്മൾ ഉപയോഗിക്കുന്നു, അതൊരു റിസ്ക്. നാളെ ചിലപ്പം ആ ഇറച്ചി നമ്മൾ കഴിക്കുന്നു വെട്ടി. അപ്പം നമ്മൾ അതിൽ നിന്ന് അവരെ റെസ്ക്യൂ ചെയ്യുന്നതായിട്ടുള്ള ഒരു ഫീൽ ഇതിനകത്ത് കിട്ടുന്നില്ല. നമ്മളതിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ അവരെ നമ്മുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി അവരെ ഉപയോഗിക്കുന്നതായിട്ടാണ് ഈ ഒരു സബ്ജക്റ്റ്. അതുകൊണ്ടാണ് ഇതിന്റെ ഒരു നെഗറ്റീവ് വശം. പക്ഷെ അടിപൊളി പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളറിങ്ങും അതിനകത്ത് പശുവൊക്കെ എന്ത് ഒറിജിനാലിറ്റിയാണെന്നറിയോ, അമ്മ ഇരിക്കുന്നത് എല്ലാം നന്നായിട്ടുണ്ട്. സ്നേഹ സമോദ് കുറമ്പാല, അടൂരിനടുത്തുള്ള സ്ഥലമാണേ. പന്തളം അടൂരിന് ഇടയ്ക്ക് വരുന്നത്. അപ്പം എന്താണ്ടേ ഒരു ഹൈവേ കൂടെ പോകുന്ന ഡോഗിനെ വണ്ടി ഇടിച്ച് കിടക്കുന്നു. ആ ഡോഗ് നല്ല ഒറിജിനാലിറ്റി ഫീലാ. റോഡിൽ ചോരയായിട്ടൊക്കെ കിടക്കുന്നതും ജീവന്റെ മരണവെപ്രാളത്തിലൊക്കെ കിടക്കുന്ന ഒരു ഫീല് ആ ഒരു ഇമേജിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഡ്രോയിങ്. പിന്നെ അനിമൽ റെസ്ക്യൂ വാൻ വന്നിട്ടുണ്ട് റെസ്ക്യൂ ചെയ്യാനായിട്ട്. അപ്പം ഇപ്പം ഈ കുട്ടിയുടെ ഒരു ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടം പറ്റിയിരിക്കുന്ന ഡോഗിനെ റെസ്ക്യൂ ചെയ്യാനായിട്ട് വരുന്ന ഒരു ആനിമൽ പെറ്റ് റെസ്ക്യൂ ആംബുലൻസ് എന്നുള്ള രീതിയിലാണ് വരച്ചേക്കുന്നതിൻ്റെ മേളിൽ ടോപ്പിക്ക് എഴുതിയിട്ടുണ്ട്. ആ ഒരു വാചകം, അത് നല്ലൊരു വാചകം. ഇറ്റ് ഈസ് നോട്ട് എ വെർബ്, ഇറ്റ് ഈസ് പ്രോമിസ് എന്ന് എഴുതിയിട്ടുണ്ട്. നല്ലൊരു മനസ്സിൽ നല്ലൊരു ആരത്തിൽ കൊള്ളുന്ന കണക്കത്തുള്ള ഒരു നല്ലൊരു വാചകമാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ഇമേജ്. അപ്പൊ നല്ല ഒറിജിനാലിറ്റി ഉണ്ട് ഇതിന്. ഇതാണ് സ്നേഹ സമോദ്. നല്ല നല്ല പടം കേട്ടോ, നല്ല അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പൊ ദേവനന്ദ് വരച്ച ഇമേജിനകത്ത് വേസ്റ്റ് ബോക്സ് നോക്കിയിരിക്കുന്ന 2 സ്ട്രേ ഡോഗ്സും അതിന്റെ തൊട്ടടുത്ത് ഉറങ്ങുന്ന ഒരു നായ്ക്കുട്ടിയുടെയും പടം വരച്ചേക്കുന്ന. അപ്പൊ നമ്മുടെ തീമുമായിട്ട് കുറച്ചും കൂടി ഒരു സബ്ജക്റ്റ് കയറി വരുന്നില്ല അതിനകത്ത്, എങ്കിലും കുഴപ്പമില്ല. ഇത്രയും എഫേർട്ട് ഇട്ട് ഇതൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഈ വഴിയിൽ നിന്ന് ഭക്ഷണം അന്വേഷിച്ചിരിക്കുന്ന ആ ഒരു ജീവിയെ യാത്രയുടെ ഇടയിൽ ഇത്രയും ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ഈ ചെറിയൊരു പ്രായത്തിൽ തന്നെ അത് കൊള്ളാം. പിന്നെ ഒരു അടിപൊളി പടം വരച്ചിട്ടുണ്ട് സൗഹൃദ ബിജു കൊട്ടാരക്കര. സൗഹൃദ ബിജു വരച്ച കുഞ്ഞു വരച്ചതാണ് കേട്ടോ, തീരെ പൊടിക്കുഞ്ഞു വരച്ചതാണ്. അവരുടെ വീടാണ്. വീടിന്റെ അടുത്ത്
വരുന്ന ഡോഗ്സിന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. അത് ഭക്ഷണം ഇനിഷ്യേറ്റ് എടുത്ത് പാചകം ചെയ്ത് വലിയ തൊട്ടിയിലാക്കി വഴി വരുന്ന ഡോഗ്സിന് പാത്രത്തിൽ വിളമ്പി കൊടുക്കുന്നു. ആ കഴിക്കാൻ വരുന്ന ഡോഗ് പട്ടിണിയിലാണെന്ന് അറിയിക്കാനായിട്ട് റിബ്സുകൾ, വാരിയെല്ലുകൾ ഒട്ടിയ രീതിയിലുള്ള ഒരു സ്ട്രക്ചറൊക്കെ ആ ഒരു ഡോഗിന്റെ ഇമേജിനകത്ത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു കുഞ്ഞു ഡോഗും കൂടി വരച്ചിട്ടുണ്ട്. അതൊരു നല്ലൊരു അത്രയും ഒരു ഒബ്സർവേഷൻ, അത്രയും വിഷൻ. അപ്പം ഈ സൗഹൃദ ബിജുവിന്റെ അമ്മ കൊട്ടാരക്കരയിൽ ഏകദേശം ഒരു 50-100ഓളം ഡോഗ്സിന് ഭക്ഷണം കൊടുക്കുന്ന ആളാ. കൊറോണ സമയത്തൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഡോഗ്സിന് ഭക്ഷണം കൊടുത്തിരുന്ന ആളാ. അപ്പൊ ഇതെല്ലാം ഈ കുഞ്ഞ് ഇതെല്ലാം ഇവിടുന്ന് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. കൂടാതെ വീട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു 10-30ഓളം ഡോഗ്സ് ഇപ്പോഴും വീട്ടിൽ റെസ്ക്യൂ ചെയ്തും നിർത്തിയതും പരിചരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ആ കുഞ്ഞിരുന്ന് ശ്രദ്ധിച്ച് ആ കുഞ്ഞിന്റെ ഡ്രോയിങ്ങിൽ തന്നെ മനസ്സിലാവും അത്രയും. പിന്നെ അതാണ്ട് ഈ കൈവെള്ളയില് ഈ ഡോഗ്സിനെയും പൂച്ചയിനെയും പക്ഷി ഇവരെല്ലാം കൈവെള്ളയിൽ വെച്ച് സൂക്ഷിക്കുന്നതായിട്ടുള്ളൊരു പടവും കൂടി സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഈ ഒരു ഇമേജ് കണ്ടത് ആ കുഞ്ഞിനെ എനിക്ക് നേരിട്ട് ഫീൽ ചെയ്ത പോലത്തെ ഒരു ഫീലാ തോന്നിയത്. ആ കുഞ്ഞത് വിളമ്പുന്നതായിട്ടൊക്കെ ഉള്ളൊരു ഫീലാ തോന്നിയത്. നമ്മളിത് ആരുടെ ഒരു ഫേവർ വെച്ചിട്ടൊന്നും അല്ല നമ്മളിത്, വ്യക്തികളുടെ അടുത്തുള്ള ഫേവർ വെച്ചിട്ടൊന്നും അല്ല നമ്മളിത് സംസാരിക്കുന്നത്. ഇമേജ് കാണുമ്പോൾ നമുക്ക് ഫീൽ ആവുന്ന സെയിം ഇതാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നത്. അപ്പൊ നല്ലൊരു പടമാണ്, നമുക്ക് ഇഷ്ടപ്പെട്ടത് ഒത്തിരി. നമുക്ക് കിട്ടിയിട്ടുള്ള ഇമേജിനകത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റും വേണം, പിക്ചർ ക്വാളിറ്റി, ഡ്രോയിങ് ക്വാളിറ്റി ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വിജയികളാണ് തിരഞ്ഞെടുക്കുന്നത് നമ്മൾ. അതിനകത്ത് നമ്മുടെ സ്നേഹ എന്ന് പറഞ്ഞ കൊച്ചു വരച്ച ഈ റോഡിൽ വണ്ടി ഇടിച്ച് കിടക്കുന്ന ഈ നായയുടെ ഫോട്ടോ അത്രയും ഈ കൺമുമ്പിൽ അത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ആ ട്രോമ ചിലപ്പോൾ ഇപ്പോഴും മൈൻഡിൽ കാണുമായിരിക്കും. അത് അതേപോലെ നമുക്കൊരു കാണുമ്പോൾ തന്നെ ഒരു ഫീല് തോന്നുന്നുണ്ട്, അത് റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന ഒരു ഫീലുണ്ട്. കാരണം അല്ലേ, ഒരു ബ്ലഡിൽ കിടക്കുന്ന ഒരു ഡോഗിന്റെ ഒരു ഇമേജ് നല്ലൊരു പെർഫെക്ഷൻ ആയിട്ട് വരച്ചിട്ടുണ്ട്. അപ്പം അത് ഒത്തിരി ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മൾ സ്നേഹയ്ക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തേക്കുക. അപ്പം സ്നേഹ നമുക്ക് വിളിച്ചാലോ? നമുക്കിപ്പം തന്നെ ഒന്ന് വിളിച്ച് എന്തോ നമ്മുടെ ഒരു സർപ്രൈസ് പോലുള്ള കോള് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. എക്സ്പ്രഷൻ എന്തോ പറയുന്നതെന്നൊക്കെ. ഹലോ, ഞങ്ങള് DVM നിന്നാണേ. ഞങ്ങൾ മറ്റേ ഡ്രോയിങ് കോമ്പറ്റീഷൻ ചെയ്തില്ലായിരുന്നോ, അതിന്റെ റിസൾട്ട് പറയാൻ വിളിച്ചേ. മോളുടെ കൊടുത്തേ. അമ്പലത്തിലാണ്. അപ്പോഴേക്ക് അപ്പം ഫസ്റ്റ് പ്രൈസ് ഉണ്ട്. എത്ര രൂപ വേണം പറഞ്ഞു? എത്ര വേണം? ശരി, അത് 2500 രൂപ. ന്യൂ ഇയറിനുള്ള ആയല്ലോ. ഓക്കെ ചേച്ചി. ഓക്കെ ശരി. അപ്പൊ ഫസ്റ്റ് പ്രൈസ് 2500 രൂപയാണ്. സ്നേഹ എന്ന് പറഞ്ഞ കുട്ടിയുടെ മദറിന്റെ ഗൂഗിൾ പേയിൽ നമ്മൾ അയച്ചു കൊടുക്കുക. 2500
ഇതാണ്ട് ആ അപ്പം ഇതിന് പൈസ കിട്ടിയെന്ന് പറഞ്ഞ് ആ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ ചേച്ചി അമ്മ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. കിട്ടിയെന്ന്, കാശ് കിട്ടിയെന്ന് പറഞ്ഞ് ന്യൂ ഇയറിൽ തന്നെ കിട്ടിയത് ഭാഗ്യം എന്ന്, ന്യൂ ഇയറിൽ ഭാഗ്യം വന്നു എന്ന് പറഞ്ഞിട്ട്. ന്യൂ ഇയറിൽ ഭാഗ്യം വന്നു. ആ ഇനി അടുത്തായിട്ട് നമ്മൾ സെക്കൻഡ് പ്രൈസിന്റെ വിജയിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആൽഫിയ ആലപ്പുഴ. നമ്മൾ നേരത്തെ കണ്ട ഇത്രയും അനിമൽസിനെ പരിചരിക്കുന്ന ഒരു ഡോക്ടറിനെ, എനിക്ക് തോന്നുന്നു ആൽഫിയ ബിക്കം ഒരു ഡോക്ടർ, വെറ്റിനറി ഡോക്ടർ ആവാനുള്ള ഒരു മനസ്സിലൊരു ആഗ്രഹം കൊണ്ടുള്ള ഒരു ആളായിരിക്കാം. അപ്പം അതുപോലെ സഫലമാവട്ടെ. അപ്പം ആ ഒരു പരിചരിക്കുന്ന ആ ഒരു ഇമേജ്, ഇത്രയും ഡോഗ്സുകളെ, നമുക്കറിയാം ഒരു ഡോഗിനെ വരയ്ക്കുന്ന ഒരു ബുദ്ധിമുട്ട്, അതിന്റെ ചെവി, കണ്ണ്, ഇതിനകത്ത് ഡോഗ്സിന്റെ എക്സ്പ്രഷനൊക്കെ വരച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇവിടെ ഇതിനകത്തിരുന്ന് നോക്കുന്ന ആള് കണ്ണൊക്കെ വരച്ചേക്കുന്നതൊക്കെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഡോഗിന്റെ ഒക്കെ ഒരു ഇമേജ് വരച്ചേക്കുന്ന. അപ്പം ഡോഗിനെ ശുശ്രൂഷിക്കുന്നതായിട്ടുള്ള ഒരു ഡോക്ടറിന്റെ ഇമേജ് നല്ലൊരു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക്. അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് പ്രൈസ് കൊടുക്കുക. നല്ല കളർഫുള്ളായിട്ട് ഡോഗ്സിന്റെ കളറുകൾ, ചെവിയിൽ അടിച്ചേക്കുന്ന കളറുകളെല്ലാം വെച്ച് നോക്കാൻ ഡോക്ടറിനെ വരച്ചേക്കുന്നതെല്ലാം വളരെ നല്ല ഭംഗിയായിട്ടുള്ളതുകൊണ്ട് സെക്കൻഡ് പ്രൈസ് ആൽഫിയയ്ക്ക്. അപ്പൊ ആൽഫിയെ നമുക്ക് വിളിച്ചിട്ട് ഈ കാര്യം പറയാം, സെക്കൻഡ് പ്രൈസ് ഉണ്ടെന്ന്. റിങ് മാത്രമേ പോകുന്നുള്ളൂ, റിങ് ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് നെറ്റ് ഓൺ അല്ല. ആൽഫി, നമ്മൾ നേരത്തെ വിളിച്ച ആൽഫിയുടെ ബ്രദറാന്ന് തോന്നുന്നു. ഫോൺ എടുക്കാം. ഹലോ, ആൽഫിയുടെ ബ്രദറാണോ? ആ ബ്രോ, നമ്മുടെ ഡ്രോയിങ് വരച്ച ഇതിനകത്തേ കേട്ടോ. അപ്പൊ സെക്കൻഡ് പ്രൈസ് അത് ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടിയിട്ട്, ഗൂഗിൾ പേ നമ്പറേ അയച്ചത് തന്നെയല്ലേ? വീട്ടിലുണ്ടോ? വീട്ടിലാണോ? മോളെടുത്ത്? കുഴപ്പമില്ല, പറഞ്ഞിരുന്നാ മതി. അതാണ് ആൽഫിയുടെ സെക്കൻഡ് പ്രൈസിനുള്ള 1500 രൂപ നമ്മൾ അയച്ചു കൊടുക്കുകയാണ്. മുഹമ്മദ് ആദിൽ ചേട്ടനാണ് കേട്ടോ. ചേട്ടൻ നമ്പറിൽ നിന്നാണ് നമുക്ക് വന്നത്. അപ്പം 1500 രൂപ യെസ്. ഞാൻ പറഞ്ഞ കണക്ക് നല്ല 2 പടങ്ങളുള്ളതുകൊണ്ട് തേർഡ് നമുക്ക് 2 പേർക്ക് കൊടുക്കാനായിട്ടാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പം ഒരാൾക്ക് കൊടുത്ത് വേറെ ഒരു പടത്തിനെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. അപ്പൊ നല്ല 2 പടങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഷൈബ സുധീർ കളമശ്ശേരിയിലുള്ള ഇതാണ്ടേ ഈ ഡ്രോയിങ്ങിനാണ് തേർഡും. പിന്നീട് ഒരെണ്ണം സൗഹൃദ ബിജു വരച്ച 9 വയസ്സുള്ള സൗഹൃദ ബിജു വരച്ച ഈ പടവും, ഇത് രണ്ടും കൂടിയാണ് നമ്മൾ 3ാം സ്ഥാനത്തേക്ക് വെച്ചേക്കുന്നത്. ഇക്ക ഞാനേ മറ്റേ ഒരു ഡ്രോയിങ് വരച്ചില്ലായിരുന്നോ മോളെ സൈബ? അതിൽ വരച്ചതിന് അതിന് പ്രൈസ് ഉണ്ടായിരുന്നേ, 3ാം സ്ഥാനം. അത് പറയാൻ വേണ്ടി വിളിച്ചതാ. നമ്മുടെ ഗൂഗിൾ പേ നമ്പർ ഇതാണോ? മോളുടെ ഒന്ന് കൊടുക്കാമോ സംസാരിക്കാൻ? ഹലോ, സൈബയാണോ? സൈബയാണോ സംസാരിക്കുന്നത്?
ആ ആ ആ. ഞാൻ ആ ആ ദിവ്യമീൻ തന്നെ ഇത്തപ്പോഴേ ആ ആ നല്ല പടമായിരുന്നു കേട്ടോ വരച്ചതേ. നല്ല പടമായിരുന്നു വരച്ചത്, മോള് വരച്ചതേ. ആ ആ ഇത് പൂച്ചകൾക്ക് പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നു. ഇത് എങ്ങനെ ഇത് ഇങ്ങനെ ഒരു ആശയം തോന്നാൻ കാരണം? ദാണ്ടേ ഇപ്പൊ സൈബ സുധീറിന്റെ വാപ്പയുടെ ഗൂഗിൾ പേ നമ്പറാ. അതിനകത്ത് നമ്മൾ ദാണ്ട് 1000 റുപ്പീസ് ഗൂഗിൾ പേ ചെയ്യുക. അങ്ങനെ 3-ാം സ്ഥാനത്തിന് ഒരാൾക്ക് കൊടുത്തു. ഇനി നമ്മുടെ സിന്ധു ചേച്ചിക്ക് കൂടിയുണ്ട്, സിന്ധു ചേച്ചിയുടെ മോള്. അപ്പം 3-ാം സ്ഥാനത്തിന്റെ വിജയിയായ സൗഹൃദയുടെ അമ്മ വിളിക്കുക. ചേച്ചി ആ മോളുടെ ഒന്ന് കൊടുത്തേ ചേച്ചി, 2 വാക്ക് സംസാരിക്കാം. ഹലോ, അടിപൊളി പടമായിരുന്നു കേട്ടാ വരച്ചത്. എത്രാം ക്ലാസ്സിൽ പഠിക്കും ഇപ്പം? 4-ലാണ്. ശരി ശരി. അമ്മ 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 ഭക്ഷണമൊക്കെ കൊടുക്കുന്ന കണ്ടിട്ടൊക്കെ ആണോ വരച്ചത് ഇതുപോലെ? കൊള്ളാം, നന്നായിട്ടുണ്ട്. കളറൊക്കെ എവിടെ പോയി മേടിച്ച്? ആ അപ്പൊ ഓക്കെ, 1000 രൂപ പ്രൈസ് കേട്ടാ പടം വരച്ചതിന്. ആ എന്ത് ചെയ്യുക പൈസ വെച്ചിട്ട്? പകുതി അമ്മയ്ക്ക്. ചോറ് മേടിക്കാനാണോ പട്ടികൾക്കൊക്കെ? ഓക്കെ ശരി. അപ്പൊ ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ ചേച്ചി. ആ ആ ഞാനും കൊച്ചിലെ ആ ആ അപ്പോഴേ ചേച്ചി ഹാപ്പി ന്യൂ ഇയർ. ഗൂഗിൾ പേ നമ്പർ ഇതാണോ? ആ അത് ഏതാ? ആ ഗൂഗിൾ പേയിൽ ആയിട്ടേക്ക്. ശരി ശരി. വിജയ്ക്കും കൂടി നമ്മൾ താണ്ടെ 1000 രൂപ അയച്ചു കൊടുക്കുകയാണ്. എല്ലാവർക്കും ഈ ഒരു ഗിവ് അവേ പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഒരു തീം എന്ന് വെച്ചാൽ തന്നെ ഈ ഇപ്പം കണ്ട് ഈ വീഡിയോസ് കാണുന്ന അച്ഛനമ്മ, യങ്ങേഴ്സ്, കുട്ടികൾ, അവർക്കൊക്കെ ഒരു നല്ലൊരു പ്രചോദനമാവും ഈ ഒരു ആക്ടിവിറ്റീസുകൾ ഇൻക്ലൂഡ് ആവുന്ന സമയത്ത്. ആരോഗ്യമുള്ളവർ ആരോഗ്യമില്ലാത്തവരെ സഹായിക്കുന്ന ഒരു പ്രവണത, സഹജീവികൾ, അത് ഏതൊരു ജീവി ആയിക്കോട്ടെ, അവരെയൊക്കെ ഹെൽപ്പിംഗ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി, ആ ഒരു നമ്മളൊരു വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ട് ഇവരത് വളർത്തിക്കൊണ്ടുവരും. അപ്പം ആ ഒരു ചെറിയൊരു ആക്ടിവിറ്റിയിലൂടെ നമുക്ക് നല്ല നല്ല സ്വഭാവങ്ങൾ വളർത്തിക്കൊണ്ടുവരാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതൊക്കെ ചെയ്യാനായിട്ട് തോന്നി ഞങ്ങൾക്ക്. ഇപ്പം എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ചെറിയ വേനൽ അവധി കാലത്തുള്ള ചെറിയ ഡ്രോയിങ് മത്സരങ്ങളൊക്കെ പങ്കെടുപ്പിക്കുമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും പ്രകൃതിയെ സംരക്ഷിക്കുന്ന സബ്ജക്റ്റുകളൊക്കെ കൊടുക്കും. അപ്പം അതൊക്കെ നമ്മുടെ മൈൻഡിൽ ഇപ്പോഴും അത് കിടപ്പുണ്ട്. അതുപോലെ പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കാനായിട്ടൊക്കെ നമ്മൾ എന്തോ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് നമ്മൾ ആ ചെറു പ്രായത്തിൽ തന്നെ ഒരു പിക്ചർ ആർട്ടൊക്കെ വരയ്ക്കുമ്പം അതൊക്കെ നമ്മുടെ ഉള്ളിൽ നല്ല രീതിയിൽ ബൈഹാർട്ടാവുകയൊക്കെ ചെയ്യും. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ നമ്മളൊരു ചെയ്തൊരു പരിപാടിയാണ്. ഇതിൻ്റെ ഒരു നല്ലൊരു ഒരു ഇമ്പാക്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂള് തലങ്ങളിൽ ഇപ്പം ഈ പറഞ്ഞ കണക്ക് 1 തൊട്ട് 10-12 ക്ലാസ് വരെയുള്ള പിള്ളേർക്ക് ഒരു ഡ്രോയിങ് ക്ലാസ്സുകൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് പയ്യെ ഡ്രില്ലും ഡ്രോയിങ് ക്ലാസ്സുകളൊക്കെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. അപ്പം ഇത് കാണുന്ന ഏതെങ്കിലും പ്രിൻസിപ്പൾ, ടീച്ചേഴ്സ്, ഡ്രോയിങ് ടീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി 1 മണിക്കൂർ ഇത് എന്തെങ്കിലും പോലെ ഒരു ഡ്രോയിങ് കോമ്പറ്റീഷനൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക. നമ്മളെപ്പോഴും പഠിക്കാൻ വേണ്ടി മാത്രം അവരെ അവരെ ഒരു മെഷീൻ പോലെ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാതെ ഡ്രില്ല് പോലത്തെ സബ്ജക്റ്റുകളും ഡ്രോയിങ് സബ്ജക്റ്റുകളൊക്കെ അവർക്ക് നൽകുക. പിള്ളേർ കളിച്ചും വരച്ചും പഠിച്ചുമൊക്കെ ആണ് അവരെ നന്നായിട്ട് അവർക്ക് മോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നല്ലൊരു വ്യക്തിത്വമല്ലേ അവർക്ക് വേണ്ടത്. അപ്പം
ഇത് നല്ല രീതിയിലുള്ളൊരു മെസ്സേജായിട്ട് നിങ്ങൾ എടുക്കുക. അപ്പോൾ എല്ലാവരും ഇതിനോട് സഹകരിച്ചതിന് ഒത്തിരി നന്ദി. നമ്മുടെ കുഞ്ഞ് ചിത്രരചന കലാകാരന്മാരെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ബാക്കി നമുക്ക് സമ്മാനം ലഭിക്കാത്ത കൊച്ചു കുട്ടികൾക്കൊക്കെ നമ്മുടെ വകയായിട്ട് അവരുടെ അഡ്രസ്സിലേക്ക് ഡ്രോയിങ് കിറ്റ് സമ്മാനിക്കുന്നതായിരിക്കും. അവർക്കുള്ള ഡ്രോയിങ് ബുക്സ്, പെയിൻറ്റിങ് കളേഴ്സ് എല്ലാം നമ്മൾ അവരുടെ അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഗായ്സ്, എല്ലാം പറഞ്ഞ പോലെ ബൈ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇനി നല്ല ഗിവ് അവേ ആയിട്ട് ഞങ്ങൾ നല്ല ആശയങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ വരാൻ നേരത്ത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് തിരിച്ചു വരുന്നതായിരിക്കും. ബൈ.